വാങ്ങിത്തരണം. ഉറപ്പാണോ? ഈ പറഞ്ഞ തപ്പി ഞാൻ പറഞ്ഞ തപ്പി ഇനി ആർക്കും വേണ്ടൊന്നും. ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മളൊരാൾ സർപ്രൈസ് ആക്കാൻ വേണ്ടി പോവാണ്. വേറെ ആരെയല്ല കേട്ടോ, ഷെരീഫിനെ തന്നെ ആണ്. അപ്പോൾ ഞാനും ഷെറി ഐഷും ഐബും കൂടെയാണ് പോകുന്നത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നടക്കാൻ വേണ്ടി ഇറങ്ങാറുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ അങ്ങോട്ട് പോകാമെന്നുള്ള പ്ലാനിലാണ് കേട്ടോ. നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ പോണ സമയത്ത് ഐഷു ഓരോ കാര്യത്തിനും ഇങ്ങനെ വാശി പിടിക്കുകയാണ് കേട്ടോ. എനിക്കത് വേണം, ഇത് വേണം, മറ്റേത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതൊന്നും അവൾക്ക് ആവശ്യമുള്ളത് പോലല്ലേ. നമ്മൾ വലിയ ആൾക്കാരുടെ ഡ്രസ്സൊക്കെ ആയിട്ടുള്ളൂ വേണമെന്ന് അറിയണേ. അപ്പോൾ അങ്ങനെ അയ്യു പറയും, ഏതെങ്കിലും ഷോപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ അയ്യു പറയും എനിക്കിത് വേണം എന്നൊക്കെ പറയും. അപ്പോൾ അത് പറ്റില്ല, അത് നല്ല കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നമ്മളടുത്ത് ഇങ്ങോട്ട് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളോളെ ഷെരീഫിൻ്റെ ഓഫീസ് വരെ നമ്മൾ എത്തിച്ചു കേട്ടോ. അപ്പോൾ ഷെരീഫ് സർപ്രൈസ് ആവോ ഇല്ലേ എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കണ്ടോക്കാം. खाली 53 स्पीच അപ്പോൾ നമ്മൾ ഷെരീഫിൻ്റെ ഓഫീസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഗ്രില്ലിട്ട ഷോപ്പാണ് കേട്ടോ ആളുടേത്. ഷെറി പുറത്തുനിന്ന് ഇങ്ങനെ നോക്കേണ്ട ഷാൾ നമ്മളെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് ഷെരീഫ്. നല്ല വർക്കിലാണ്, നമ്മളെ കണ്ടിട്ടൊന്നുമില്ല, ഭയങ്കര വർക്കിലാണ്. അങ്ങനെ ഞങ്ങൾ ഐശ്വനെ കൊണ്ട് വാപ്പിച്ച് വിളിക്കാൻ പറഞ്ഞു കേട്ടോ. ആൾ വിളിച്ചപ്പോഴാട്ടോ ആൾ നോക്കിയത്. ശ്രദ്ധിച്ചു നിന്നോളൂ, താത്ത വ്ളോഗറായിക്കണേ. ഈ ഒരു സംഭവം അവിടെ എല്ലായിടത്തും കാണുന്നതാണ് കേട്ടോ. പക്ഷേ ഇത് നമുക്ക് നമ്മളിപ്പോൾ കുറേ ആയിട്ട് നമുക്ക് ഡൗട്ട്, ഇതിൽ ഫുഡ് കഴിക്കാൻ പറ്റുമോ, ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം നമുക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു ഓണർ ഉണ്ട്, അടുത്ത് നമുക്ക് ചോദിച്ചു നോക്കാം ഇത് എന്തിനാണ് യൂസ് ചെയ്യണത്, ഇതിൽ ഫുഡ് കഴിക്കാൻ പറ്റുമോ, അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്നാണ്. കാരണം നമുക്ക് അത് കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. डेकोरेशन करने बहुत अच्छा അറ്റ് ലാസ്റ്റ് ഇതെന്താ സംഭവം എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടോ. ഇത് നമുക്ക് ഫ്രൂട്ട്സ് അതുപോലെ സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യണ ഒരു പ്ലേറ്റാണ്. അല്ലാണ്ട് വേറെ ഫുഡ് കഴിക്കാനൊന്നും ഇതിൽ പറ്റില്ല. കാരണം അത് കണ്ടാൽ തന്നെ നമുക്കും മനസ്സിലാവും ഫുഡ് കഴിക്കാൻ കഴിയൂല എന്നുള്ളത്. കാരണം അത്രയും ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ. അങ്ങനെ ലാസ്റ്റ് ഞാൻ ചോദിച്ചിട്ട് എത്ര ആയിട്ട് അവൾക്ക് മനസ്സിലാവണുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ പ്രൈസൊക്കെയാണ് പറയുന്നത്. ലാസ്റ്റ് ഐബി ഹിന്ദിയിൽ ചോദിച്ചപ്പോഴാണ് ഇയാൾ കാര്യങ്ങൾ പറഞ്ഞത് കേട്ടോ. ഈ സംഭവങ്ങളൊക്കെ ഇവിടെ റമദാനിന് വീട് ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങളായിട്ട് അതൊക്കെ അറബികൾ ഒരുപാട് വാങ്ങിച്ചു പോകുന്നുണ്ട് കേട്ടോ. ഈ സാധനമൊക്കെ അയ്യോ ഒരുപാട് കാര്യം. ഇവിടെ കുറേ ടോയിൻ്റെ ഷോപ്പുണ്ട്. അപ്പോൾ ഐശുവിനെ എടുത്തിട്ട് ഐ ഓടുകയാണ് കേട്ടോ. ഈ ഷോപ്പ് ഞാൻ ഐശുവിൻ്റെ കണ്ണപ്പെട്ടതിനകത്ത് കയറുന്നു.
ഈ മാർക്കറ്റ് ഒരു ട്രഡീഷണൽ ടൈപ്പാണ് കേട്ടോ. ഇതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും പണ്ട് ഇവിടെ എങ്ങനെയായിരുന്നു ഷോപ്പുകളൊക്കെ ഉണ്ടായതിന് ആ ഒരു ടൈപ്പിലാണ് കേട്ടോ ഇവിടെ എപ്പോഴും ഉള്ളത്. ഇങ്ങനത്തെ ഈ ഒരു ഡോറും മരത്തിൻ്റെ ഡോറ് അല്ലെങ്കിൽ ഗ്രില്ല് അങ്ങനത്തെ കയറ്റാണ് കേട്ടോ ഇവിടെ കൂടുതലായിട്ട് ഷോപ്പുകളിൽ കാണുന്നത്. പിന്നെ പുറത്ത് ഈ ഒരു ഷോപ്പിൻ്റെ പുറത്ത് എങ്ങാനും എന്തെങ്കിലും ഷോപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് മാത്രം അവരെന്ത് ചെയ്യും, ഒരു ഷീറ്റ് കൊണ്ടാണ് കേട്ടോ അത് ക്ലോസ് ചെയ്യുക. ബാക്കിയൊക്കെ ഇങ്ങനത്തതാണ്. അപ്പോൾ നമുക്കൊരു ഷോപ്പിൽ നിന്ന് തന്നതാണ് കേട്ടോ ഈ ഒരു ചോക്ലേറ്റ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് പിസ്താഷ്യോ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിസ്താഷ്യോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നടക്കുന്ന സമയത്താണ് കേട്ടോ ഈ സംഭവം കണ്ടത്. നല്ല രസം കേട്ടോ കാണാൻ. ഇതെന്തോ ഈ നസർ അങ്ങനത്തെ സംഭവത്തിനൊക്കെ ഇതാക്കണതാണോന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് അറിയില്ല. അപ്പോൾ അതുപോലെ തന്നെ കുറേ സ്റ്റോണുകളുണ്ട് കേട്ടോ. അത് എന്തൊക്കെയാണ് ടൈപ്പ് സ്റ്റോണുകളെന്നുള്ളത് നമുക്ക് അറിയില്ല. കുറേ സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പോലും നമുക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓരോ ഓഫീസിൻ്റെ ഭാഗത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ പഞ്ചാബീസിൻ്റെ അതുപോലെ തന്നെ ഫിലിപ്പീൻസിൻ്റെ ഒക്കെ ഈ ഓഫീസിനകത്തൊക്കെ ഈ ഇങ്ങനത്തെ കുറേ കല്ലും കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതുണ്ട് കുറേ ലോക്ക്, വെറൈറ്റി ടൈപ്പ് ഓഫ് ലോക്കുകളൊക്കെയാണ് കേട്ടോ ഇത്. പിന്നെ ഇതൊക്കെ ഇരുമ്പിൻ്റെ എന്തൊക്കെയാണോ, ഓന്ത്, പാമ്പ്, അങ്ങനെ കുറേ സംഭവമുണ്ട്. ഇതൊക്കെ ആരെ വാങ്ങിക്കുക എന്നുള്ള പോലും എനിക്കറിയില്ല കേട്ടോ. നമുക്ക് കണ്ടിട്ട് തന്നെ അറപ്പാവുണ്ടായിന്. പിന്നെ ഈ ഒരു കത്തിയാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഞാനിത് ഈ പഞ്ചാബീസിൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ട്. അവരെപ്പോഴും ഇങ്ങനെ കത്തിയും കാര്യങ്ങളൊക്കെ കയ്യിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കത്തി കാണാൻ. ഭയങ്കര വെയിറ്റാണ് കേട്ടോ പിടിച്ചു നോക്കിയപ്പോൾ തന്നെ. പിന്നെ ഇത് ഇതിൽ ചില കല്ലൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ തോന്നുന്നു തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ പൊട്ടിപ്പോകുന്നു. ഈ ഒരു കല്ലൊക്കെ ആ ഒരു ടൈപ്പ് ചെയ്യുന്നുണ്ടോ, പൊടിഞ്ഞ് പോണ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത് ഭയങ്കര കട്ടിയാണ് കേട്ടോ. അത് കുറേ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ ഷോപ്പുണ്ട് കേട്ടോ ഇങ്ങനത്തെ കല്ലിന്. ഇതിനകത്തോട്ട് ഇങ്ങനെ പോകുന്തോറും കുറേ ഷോപ്പുകൾ കൂടി വരുന്നുണ്ട് കേട്ടോ. നമ്മളാകെ പുറത്ത് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ അകത്ത് കുറേ നടന്നു, കാരണം ഷെരീഫിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടത് വിചാരിച്ച് നമ്മളിവിടേക്ക് ഒന്ന് കാണാമെന്നുള്ള ഇതിലാണ് കേട്ടോ നമ്മൾ പോകുന്നുണ്ടായിരുന്നത്. ഇതൊക്കെ ഷോളിൻ്റെ ഷോപ്പാണ്. ഇത് ആൾ പുറത്താണ് കേട്ടോ ഈ ഷോപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ബാഗ്, കണ്ണട, പിന്നെ ഈ ദുബായിൻ്റെ തന്നെ കുറേ സിമ്പിളും കാര്യങ്ങളും ആയിട്ടുള്ള ഒട്ടകം, അങ്ങനത്തെ കുറേ ഹോം ഡെക്കോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പാത്രത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഇതിൻ്റെ വീഡിയോയിൽ തന്നെ ഒരുപാട് തവണ ഞാൻ കാണിച്ചതാണ്. ओके पाकिस्तान से पंजाब में किधर है എങ്ങനെയുണ്ട് പറയാം. അങ്ങനെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇയാൾ നമുക്ക് ഈ സംഭവം തന്നത്. നല്ല ടേസ്റ്റുള്ളൊരു സാധനമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ വേണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആൾ പറഞ്ഞു കഴിച്ചു നോക്ക്, ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഇപ്പോൾ കൊടുന്നതാണ്, ആളുടെ നാട്ടിൽ നിന്ന് ആരും വന്നപ്പോൾ കൊടുന്നതാണ്, എനിക്ക് ഇന്ത്യയിലൊന്നും ഇത് കഴിക്കില്ല, ഞങ്ങൾ നാട്ടിലുണ്ടാക്കിയ സാധനങ്ങളൊന്ന് കഴിച്ചു നോക്ക് എന്നൊക്കെ വേണ്ട നമുക്ക് തന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഏകദേശം നമ്മളൊരു നെയ്യപ്പത്തിൻ്റെ ഒക്കെ ഒരു ഷേപ്പുള്ളൊരു സാധനമാണ് കേട്ടോ. പക്ഷേ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിന് പകുതി മുക്കാലും ഞാൻ തന്നെയാണ് കേട്ടോ തിന്ന് തീർത്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത്. അതുപോലെ ഈ ഒരു ഷോപ്പ്, ഇതൊരു പെർഫ്യൂമിൻ്റെ ഷോപ്പാണ്. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രാഗ്രൻസ് എടുത്തു കഴിഞ്ഞാൽ അവർ ഇതേപോലത്തെ ബോട്ടിലാക്കി തരും. എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ട്, പക്ഷെ നല്ല അടിപൊളി ബോട്ടിൽസും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇവിടെ വന്നിട്ട്. അങ്ങനെ ഷെരീഫിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കേട്ടോ. അങ്ങനെ ഐഷുക്ക് ഭയങ്കര സന്തോഷമായിട്ട് വാപ്പച്ചിനെ കണ്ടപ്പോൾ. എന്നിട്ട് ഷെരീഫും ഐഷും കൂടെ പോയിട്ട് നമുക്ക് ഈ ലുക്കൈമാത്തും അതുപോലെ തന്നെ അരീസയും വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. എനിക്ക് അരീസ അത്ര ഇഷ്ടമല്ല, പക്ഷെ എന്നാൽ ഇഷ്ടമാണ്. അങ്ങനെയാണ് കേട്ടോ. മട്ടൻ്റെ സ്മെല്ല് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ മട്ടൻ്റെ സ്മെല്ല് ഇല്ലാണ്ടാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അയ്യബ് ഫസ്റ്റ് കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ മട്ടൻ്റെ സ്മെല്ല് ഉണ്ടോ ഇല്ലതൊക്കെ. അയ്യബ ടെസ്റ്റർ കേട്ടോ, അയ്യബ് ടെസ്റ്റ് ചെയ്തിട്ട് പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലുക്കൈമാത്തും ഞങ്ങളെല്ലാവരും കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മട്ടൻ്റെ സ്മെല്ലൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും കഴിച്ചിട്ട് അരീസ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ മട്ടൻ്റെ സ്മെല്ല് പറ്റുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. ഒരുവിധം എല്ലാ ലേഡീസും അങ്ങനെ തന്നെ. എൻ്റെ വീട്ടിലിൻ്റെ അനിയത്തി ഞാനൊന്നും കഴിക്കൂല കേട്ടോ മട്ടന്.
അത് ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ഐശു പറഞ്ഞത് അവൾക്ക് താഴെ ഇറങ്ങണം നടക്കണം എന്നുള്ള പറഞ്ഞ് ഇറങ്ങി അവൾ ഓടി. പിന്നെ റോഡൊക്കെ ബ്ലോക്ക് ആയതുകൊണ്ട് വണ്ടികൾ സ്പീഡിൽ വരാത്തതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അവൾ ഭയങ്കര കർശനം നടക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഷെരീഫ് പുറകെ പോയി ഓടിപ്പോയി പിടിച്ച്. അങ്ങനെ ഷെരീഫിൻ്റെ ഫ്രണ്ടിനെ കണ്ടുകൊണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമൊക്കെ പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്താണ് ഈ സംഭവം കണ്ടത്. ഇത് ഇവിടുത്തെ വേസ്റ്റ് എടുക്കുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വേസ്റ്റ് എടുക്കുന്ന വണ്ടിമേൽ നമ്മൾ ഈ ബിന്ന് കണക്ട് ചെയ്യുക, വേസ്റ്റ് ബിന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേസ്റ്റ് കൈക്ക് തട്ടും. ഇത് ഇങ്ങനെ ചെയ്യുന്ന കാണാനൊക്കെ നല്ല രസമാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇത് കാണില്ല, പുറത്തുള്ളയിടത്തൊക്കെ ഈ സംഭവം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പിന്നെ റൂമിൻ്റെ അവിടെ എത്താനായി. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഒരുപാട് പേര് ലൈക്ക് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യണമൊക്കെ ഉണ്ട്. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യൽ കുറവാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ കാണണം, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കൂ കേട്ടോ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.